എടോ താൻ കുറച്ച് വെള്ളം കുടിക്കും. അതെ, ഒട്ടും വൈകി നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ അടുത്തേക്ക് പോവാം. സ്റ്റുഡിയോയിൽ ഞാൻ സീതാ മാഡത്തിനൊന്ന് വിളിച്ച് പറയാം. വേണ്ട വരും. ഇത് ശ്യാമമ്മയുടെ ഏൽപ്പിച്ച കാര്യമല്ലേ, ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. എടോ തന്റെ ഈ കണ്ടീഷൻ കാണുമ്പോൾ എനിക്ക് പറ്റില്ല. കുഴപ്പമൊന്നുമില്ല, അവിടെ എത്തിക്കഴിയുമ്പോഴേക്ക് ശരിയാവും. കിഷോർ, താൻ ഓക്കെ ആണല്ലോ അല്ലേ? എന്താണ് സാർ? അല്ല, പാടാൻ വരുന്ന പുതിയ കുട്ടിയെ കുറിച്ച്. ശ്യാമ മേഡം ആ കുട്ടി പാടിയ ഒരു പാട്ട് എനിക്ക് അയച്ചു തന്നിരുന്നു. അത് ഗംഭീരമായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 3ാമത്തെ പടമാണ്. കഴിഞ്ഞ 2 പടത്തിലും 1-2 പാട്ടുകളെങ്കിലും ഹിറ്റ് ചാർട്ടിൽ വന്നിട്ടുണ്ട്. ഇതൊരു പെക്യുലർ സോങ് ആണ് സാർ. ഹിറ്റ് ചാർട്ടിൽ എത്തിക്കണം നമുക്ക്. എല്ലാം തന്റെ ധൈര്യം. ആ, ശ്യാമ മേഡം പറഞ്ഞ കക്ഷി അതാണ് ഫിദ. ഗുഡ് മോർണിംഗ് ഫിദ മേഡം. ഗുഡ് മോർണിംഗ്. ഇതാ നമ്മുടെ പ്രൊഡ്യൂസർ. നമസ്കാരം, നരേന്ദ്രൻ. രാധിക ഇപ്പൊ എത്തും. കിഷോർ അവളുടെ പാട്ട് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് മാം. ശ്യാമ മേഡത്തിന്റെ അതേ ശബ്ദമാണ്. പിന്നെ ശ്യാമ മേഡത്തിന്റെ എക്സ്പീരിയൻസിലേക്ക് എത്തുമ്പോ ഒരുപക്ഷെ ആരെ അതിശയിപ്പിക്കുന്ന ഒരു ശബ്ദമായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഇല്ല മോളെ, ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ കിഷോർ, ഇതാ രാധിക. ഇത് രാധികയുടെ ഭർത്താവാ വരുൺ. നമസ്കാരം. കിഷോർ, അപ്പൊ ഇങ്ങനെ കാര്യങ്ങള്? വേറെ തടസ്സമൊന്നുമില്ല മാഡം. ആദ്യം രാധിക പാട്ടൊന്ന് നോക്കട്ടെ. പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് പിതാമ എടുത്തുകൊണ്ട് സീരിയസ് ആയിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ശ്യാമമ്മയുടെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് മുടങ്ങാൻ പാടില്ല. ഇവിടെ പാടാൻ ചെന്ന് നിൽക്കുമ്പോ എന്തെങ്കിലും പറ്റിയാലോ? അതൊന്നും കുഴപ്പമില്ല, എല്ലാം ഭഗവാൻ നോക്കിക്കോളും. തന്റെ കോൺഫിഡൻസിലാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഈ സമയത്ത് എന്റെ ഭഗവാൻ എന്നെ കൈവിടില്ല. വരുൺ സമാധാനായിട്ടിരിക്കെ. സാർ, മൊത്തം കുഴപ്പമാണല്ലോടാ ശരത്തെ. ശ്യാമ മേഡത്തിന്റെ നിർബന്ധപ്രകാരം പുതിയൊരാൾ പാടുന്നത് ഓക്കെയാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട വേറൊരാളുമില്ല. സാർ, സുന്ദരേശൻ ലാസ്റ്റ് മിനിറ്റിലാണ് വിളിക്കുന്നത്. ഒട്ടും സുഖമില്ല. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് കയറാം മാഡം. രാധികയുടെ സോങ് ഒന്ന് നോക്കട്ടെ. മോളെ ഓക്കെ ആണോ? അതെ, ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ മുമ്പിൽ വിനയം കാണിച്ച് വെറുതെ തലയാട്ടി നിന്നാ പോരാ. നമ്മൾ ഓക്കെ ആണെന്ന് ഉറക്കെ പറഞ്ഞ അവർക്ക് കോൺഫിഡൻസ് കൂടും. അല്ലേ കിഷോർ? അത് സത്യം തന്നെയാണ് മാഡം. ഇത് വലിയൊരു കോർഡിനേഷൻ അല്ലേ? എല്ലാവരും ഉറക്കെ എന്ന് ഓക്കെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് വേറെ തന്നെയാണ്. മോളെ കേട്ടില്ലേ? ഞാൻ ഓക്കെയാണ് സാർ.
എക്സ്ക്യൂസ് മീ. ഈ മ്യൂസിക് ഡയറക്ടർ കിഷോർ സാർ. ദാ, ഇദ്ദേഹമാണ്. ആ ഹായ് സാർ. ഹായ്. ഐ എം ബെഞ്ചമിൻ. സുന്ദരേശൻ സാർ പറഞ്ഞിട്ട് വന്നതാ. ആ ഓക്കെ. ആ ശരത്തെ ആ നൊട്ടേഷൻ ഒന്ന് പറഞ്ഞു ആ കൊടുത്തേ. ശരി സാർ. ഓക്കെ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ തമ്മിൽ അറിയും. ഞാൻ ഈ നൊട്ടേഷൻ ഒന്ന് നോക്കിയോട്ടെ. സീതാ മാഡം, ഞങ്ങൾക്കൊരു സംശയം തീർക്കാനുണ്ടായിരുന്നു. ചോദിക്കാമോ? അതിനെന്താ, കിഷോർ ചോദിച്ചോളൂ. അല്ല, കുറെ നേരമായി ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു സംശയമാണ്. പ്രത്യേകിച്ച് രാധിക സ്റ്റുഡിയോയിൽ വന്ന സമയം മുതൽ. മാഡം, രാധിക ശ്യാമ മാഡത്തിന്റെ മകളാണോ?